ഈ കുറേ നാളുകളായി മുനമ്പത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് മുനമ്പത്തുകാരുടെ നിലവിളിയാണ്. വഖഫ് ഒരു ദിവസം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുപോയി എന്നുള്ളത്. ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് ഇത്തരം ഒരു ബോർഡ് രൂപീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ സ്വത്ത്, ഹിന്ദുക്കളുടെയും മറ്റ് സമുദായക്കാരുടെയും എല്ലാം മുസ്ലിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു ബോർഡ് ഉണ്ടാക്കിയത്. അവർക്ക് ഏത് തരത്തിലും മറ്റുള്ളവരുടെ സ്വത്ത് അള്ളാഹുവിന് കൊടുക്കാം എന്നുള്ളൊരു നിലപാട്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ബോർഡുണ്ട്, ഇത് വഖഫിൻ്റെ സ്വത്താണ്, പിന്നെ എനിക്കിവിടെ കരമടയ്ക്കാനോ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനോ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ അതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ സമ്പാദ്യമെല്ലാം വഖഫ് കൊണ്ടുപോയി. അതൊരു ഭൂതമായിരുന്നു. ഒരു മനുഷ്യൻ്റെ മുഴുവൻ സ്വത്തുക്കൾ അല്ലെങ്കിൽ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ കൊണ്ടുപോകുന്ന ഒരു ഭൂതം. ആ ഭൂതത്തെ പിടിച്ചു കെട്ടാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മുസ്ലിം ജനവിഭാഗത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിനെ സമർപ്പിക്കുന്ന ഭൂമിയാണ് നിഷ്കളങ്കമായി പറഞ്ഞാൽ വഖഫ് എന്ന് പറയുന്നത്. അവർക്ക് ഒരാൾക്ക് ഞാനൊരു മുസ്ലിമാണ് എങ്കിൽ എനിക്ക് എൻ്റെ സ്വത്തുക്കൾ എൻ്റെ കാലശേഷം അനുഭവിക്കാൻ ആളില്ല, അതുകൊണ്ട് ഞാനിത് അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് വഖഫിന് നൽകുകയാണ്.